ഹായ് ഫോക്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ കാർ ബ്രാൻഡ് മീറ്റിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ കാർ ബ്രാൻഡ്സിനും എൻ്റെ പ്രത്യേകം സ്നേഹം അറിയിക്കുന്നു. ഇന്ന് നമ്മളിവിടെ കൂടിയതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യക്ക് ദ ബെസ്റ്റ് എവർ കാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം നമുക്ക് വേണം. അതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു കാറിൻ്റെ നിർമ്മാണത്തിലേക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഇപ്പോൾ ഇവിടെ വെച്ച് പറയണം. ആദ്യമായി ഞാൻ മാരുതി സുസുക്കിയോട് തന്നെ ചോദിക്കുകയാണ്, എന്താണ് നിനക്ക് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക? എന്തായാലും സാറിൻ്റെ ഐഡിയ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നമ്മുടെ വണ്ടി നമുക്ക് ഏറ്റവും ചീപ്പറായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ മൈലേജും കൊടുക്കാൻ പറ്റും. പിന്നെ വണ്ടിക്ക് നല്ല സേഫ്റ്റിയും. എന്തായാലും സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ ആരും കൈവെക്കണ്ട, അത് ഞാൻ ഡീൽ ചെയ്തോളാം. എന്തായാലും നമ്മുടെ കാറിന് 5 സ്റ്റാർ സേഫ്റ്റി തന്നെ ഉണ്ടാവും, അതെൻ്റെ ഗ്യാരണ്ടി. അല്ലെങ്കിലും നിനക്ക് സേഫ്റ്റിയാണ് തരാൻ ഉദ്ദേശിച്ചുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ കാറ് സർവീസ് സെൻറ്ററിൽ കിടന്ന് നരകിക്കും. അത് വേണ്ട, നീ സേഫ്റ്റി തന്നെ നോക്കിയാൽ മതി. സാർ മതി. ടൊയോട്ട, നിനക്കെന്താണ് പറയാനുള്ളത്? അല്ല, നിനക്കിനി എന്തെങ്കിലും പറയണ്ട, അതോ മാരുതിയോട് തന്നെ ചോദിച്ചാൽ മതിയോ? സാർ, ചപത്തി കുത്തരുത് സാർ, ഞാനൊരു കാര്യം ചെയ്യാം. നല്ല റിലയബിൾ ആയിട്ടുള്ള ഒരു എൻജിൻ അങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്ത് തരാം. 10 ലക്ഷം കിലോമീറ്ററിലേക്ക് ഒന്നും നോക്കണ്ട. ഇനി ഓയിൽ ഒഴിക്കാതെ ഓടിയാലും ഒരു കുഴപ്പമില്ല. മാത്രമല്ല നമ്മുടെ ഹൈബ്രിഡ് ടെക്നോളജി കൂടി ഞാൻ അങ്ങോട്ട് തരാം. ഓക്കെ, ഗുഡ്. ഇനി ഹുയുണ്ടായിക്ക് എന്താണ് പറയാനുള്ളത്? സാർ, എൻ്റെ പേര് ഹ്യുണ്ടേ എന്നാണ്. നല്ല ഡിസൈൻ, നല്ല കംഫേർട്ട്, നല്ല ഫീച്ചേഴ്സ്, അതാണ് സാർ നമ്മുടെ പോളിസി. ഓക്കെ. അല്ല, നിൻ്റെ അനിയൻ കിയ വന്നില്ലേ? ഇല്ല സാർ, അവൻ വന്നിട്ടില്ല. നീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്തോ, പക്ഷേ ഡിസൈനിങ് മാത്രം നീ ചെയ്യണ്ട. അത് നിൻ്റെ അനിയൻ കിയനെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ മതി. അതെന്താ സാർ, ഞാൻ ഡിസൈൻ ചെയ്താൽ കുഴപ്പം? അയ്യോ വേണ്ട, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. എടാ, ഫസ്റ്റ് ജനറേഷൻ ക്രേട്ട എന്ത് ഭംഗിയുണ്ടായിരുന്നടാ. അതിനുശേഷം നീ എന്തുട്ടാടാ കാണിച്ചു വെച്ചതിനെ? ഒന്നിനെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കണ്ട, ഒരു മീറ്റിംഗ് ആയി പോയി. ഓക്കെ, ഇനി മഹി പറഞ്ഞോളൂ, നിനക്ക് എന്താണ് ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക? സാർ, ഇറക്കുമ്പോൾ എന്തായാലും നമ്മുടെ കാറ് ഒരു SUV തന്നെ ആയിക്കോട്ടെ. 4x4 ചെയ്യേണ്ട കാര്യം ഞാൻ ഏറ്റു. പിന്നെ ഗിയർ ബോക്സും സസ്പെൻഷനും ഞാൻ തന്നെ ചെയ്തോളാം. ഓക്കെ, എന്നാൽ നീ അത് തകർക്ക്. ഹോണ്ട, നീ എന്ത് ചെയ്യും? സാർ, ഞാനൊരു ഐഡിയ പറയട്ടെ സാർ ഒരു വണ്ടി എനിക്ക് എക്സാമ്പിളായി കാണിച്ചു തരൂ. ഞാൻ അതുപോലെ തന്നെ ഒരെണ്ണം ഉണ്ടാക്കി തരാം, അതിനേക്കാൾ ക്വാളിറ്റിയിൽ. എങ്ങനെയുണ്ട് സാർ ഐഡിയ? റിവേഴ്സ് എഞ്ചിനീയറിംഗ് ആയിരിക്കും. റിവേഴ്സ് എഞ്ചിനീയറിങ്ങിൻ്റെ പേരും പറഞ്ഞ് പക്കാ കൂപ്പിടിക്കാൻ നടക്കാവൻ. എടാ, നീ ഒരു കാര്യം ചെയ്താൽ മതി, തൽക്കാലം ആ ടൊയോട്ടനെ ഹെൽപ്പ് ചെയ്യും കേട്ടാ. വേണ്ടെങ്കിൽ വേണ്ട, ഞങ്ങൾ സാധാരണ അങ്ങനെയാണ് ചെയ്യാറ്, അതുകൊണ്ട് പറഞ്ഞൊന്ന് മാത്രം. റെനോ മോനെ എവിടെ? അല്ല, നീ എന്തുകൂടെ ചെയ്യാൻ പോണേ? ഞാൻ എൻ്റെ നിസാൻ ചേട്ടനോട് ചോദിച്ചിട്ട് പറയാം. മതി. മോൻ പോയിട്ടേ ഉറങ്ങിക്കോ കേട്ടോ. ഇവിടെ ഹുസൈൻ ബോൾട്ട് അവിടെ പോയോ? നീ ഇവിടെ ഉണ്ടായിരുന്നാ? സാർ, ഞാൻ എവിടെയുണ്ട് സാർ. നിൻ്റെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുള്ളൂ. നമ്മുടെ പെർഫോമൻസ് കിടിലിനാവണം. നീ ആ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം നോക്കിയാൽ മതി. ഓഫ് കോഴ്സ് സാർ, നമുക്കത് സെറ്റാക്കാം. ഇനി ആരൊക്കെ ഉണ്ട് മീറ്റിങ്ങിൽ? ഇനി ഞാനുണ്ട് സാർ. നീയാ? നീ ഒരു കാര്യം ചെയ്യും, നീ ഒന്ന് സൈഡിൽ പോയിട്ട് ഇരിക്കട്ടാ. നിന്നെ അടുത്ത പ്രൊജക്റ്റിലേക്ക് വിളിക്കാം. നീ ആദ്യം ഇന്ത്യൻ മാർക്കറ്റ് നന്നായിട്ടൊന്ന് മനസ്സിലാക്കുക. ഓക്കെ സാർ, ഇനി ഞാൻ കൂടി ഉണ്ട് സാർ. നീയാ? ചൈനക്കാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? കുഴപ്പമില്ല, നീ ഒരു കാര്യം ചെയ്യ്. നീ നമ്മുടെ ടാറ്റനായിട്ട് കൊളാബ് ചെയ്തിട്ട് ഈ ഒരു വണ്ടിയുടെ ഒരു EV വെർഷൻ സെറ്റ് ചെയ്യാൻ നോക്ക്. ഓക്കെ സാർ, ഞാൻ അങ്ങനെ ചെയ്യാം. അപ്പോൾ എല്ലാവരും പറഞ്ഞത് കേട്ടല്ലോ. എല്ലാവരും അവരവർക്ക് കിട്ടിയിട്ടുള്ള ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യാം. എന്നിട്ട് വേണം നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് കാറ് നമുക്ക്. അപ്പോൾ ഞങ്ങളൊന്നുമില്ലേ? ഇല്ലടാ, ലക്ഷറി ബ്രാൻഡുകളെ നമ്മൾ ഈ പ്രൊജക്റ്റിലേക്ക് എടുക്കണില്ല. അത് നമുക്ക് വേറെ പ്രൊജക്റ്റിലേക്ക് എടുക്കാം. ഇപ്പോൾ മരൻ ഇതിൽ കൈ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വണ്ടി ആരും വാങ്ങിക്കില്ല. അപ്പോൾ എന്തായാലും കൂടുതൽ കാർ വിശേഷങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജിനോസ് ടെക്ലോസ് എന്ന് പറഞ്ഞ ഈ ഒരു പേജ് ഒന്ന് ഫോളോ ചെയ്തോ.